എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും +1 അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും. കാരണം സെക്കൻഡ് ട്രാൻസ്ഫറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഒത്തിരി വിദ്യാർത്ഥികൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പരമാവധി വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മൾ DM-ൽ മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ നമ്മൾ റിപ്ലൈ മാക്സിമം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നൊരു ഫ്രീ ടൈമിലാണ്. ഫ്രീ ടൈം എന്ന് പറയുമ്പോൾ ഈ എല്ലാ ദിവസവും ഒരു 10-11 മണിക്ക് ശേഷമായിരിക്കും എനിക്ക് നിങ്ങളോട് മെസ്സേജസിനൊക്കെ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടൈമില്ലായ്മയാണ് നമുക്ക് പലപ്പോഴും നിങ്ങളിലേക്ക് ഫുൾ ടൈം കോൺടാക്റ്റിൽ ഇരിക്കാൻ കഴിയാത്തത്. സോ അതിനാദ്യം തന്നെ ഒന്ന് സോറി പറയാണ്. കാരണം നമുക്കറിയാം, വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൺഫ്യൂഷൻസുകളും നിങ്ങളുടെ വിഷമങ്ങളും ഒക്കെ നമുക്ക് അറിയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫർ ആണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ട്രാൻസ്ഫറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി +1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്തു. 10 വരെയല്ല, SSLC പോലെയുള്ളൊരു സിസ്റ്റം അല്ല. നിങ്ങൾക്ക് പുതിയൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തി. 10ൽ പഠിച്ചതിൻ്റെ ഒരു 3 ഇരട്ടി എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ പഠനം നിങ്ങൾ സീരിയസ് ആയിട്ട് കൊണ്ടുപോവുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ, മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല മാർക്ക്, നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇപ്പോഴും നിങ്ങൾ സപ്ലിമെൻ്ററിക്കൊക്കെ ശേഷം ട്രാൻസ്ഫറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാത്തതിനാൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് +2ന് ശേഷം ഉണ്ടാകരുത് എന്നുള്ളത് നിങ്ങളൊന്ന് മൈൻഡിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുക. നിങ്ങൾ ഓരോ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഷ്ടപ്പെട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. സോ അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുക. ഫുൾ ടൈം ഒന്നും കുത്തിയിരുന്ന് പഠിക്കണ്ട. നമുക്ക് എല്ലാ ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ പഠിക്കുക. ശനി ഞായറും എല്ലാം റിവൈസ് ചെയ്യാനുള്ളൊരു ടൈം നിങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തുക. ബാക്കി ടൈമൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ +1 അഡ്മിഷൻ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് ഫസ്റ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞു, ഫസ്റ്റ് സപ്ലിമെൻ്ററിയും കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററിയുടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അത് പ്രകാരം അപ്ലൈ ചെയ്യുവാനുള്ള ടൈം ഓഗസ്റ്റ് 1 വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് സപ്ലിമെൻ്ററിയുടെ റിസൾട്ട് വരും. അപ്പോൾ അത് പ്രകാരം ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ഇനി അഡ്മിഷൻ ലഭിക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നിലവിൽ ഇഷ്ടപ്പെട്ട സ്കൂള്, ഇഷ്ടപ്പെട്ട കോഴ്സ് ഒക്കെ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അവസരം ഗവൺമെൻറ് തരുന്നുണ്ടായിരുന്നു അല്ലേ. അതിൽ ഫസ്റ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു. ഫസ്റ്റ് ട്രാൻസ്ഫറിൽ ഏകദേശം ഒരു 51,000-ലധികം വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്തത്. ഈ അപ്ലൈ ചെയ്തതിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഒരു 31,000 വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ട്രാൻസ്ഫർ ലഭിച്ചത്. അതായത് നമുക്കറിയാം, അപ്ലൈ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എന്തായാലും ലഭിക്കില്ല അല്ലേ. ഏകദേശം ഒരു 51,000 പേര് അപ്ലൈ ചെയ്തതിൽ ഒരു 31,000 പേർക്ക് ലഭിച്ചു എന്ന് പറയാൻ കാരണം എന്താണ്? സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് മുമ്പേ ഈ ട്രാൻസ്ഫർ വിളിച്ചത് കൊണ്ടാണ്. അതല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി പ്രകാരം സീറ്റ് എല്ലാം ഫില്ലായതിനു ശേഷം ഇത്രയും സീറ്റ് പോലും വേക്കൻ്റ് ആയിട്ട് ഉണ്ടാവില്ല. അതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ 31,000 പേർക്ക് ലഭിച്ചു. ഇനി കിട്ടാത്ത, അപ്ലൈ ചെയ്തതിൽ ഏകദേശം ഒരു 19,000 വരുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ ട്രാൻസ്ഫർ ലഭിച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട സ്കൂളും ഒന്നും ലഭിക്കാത്തതായിട്ട് ഏകദേശം ഒരു 19,000-ൽ വരുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അവരൊക്കെ ഇനി കാത്തിരിക്കുന്നത് സെക്കൻഡ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് എത്ര സീറ്റ്, ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞു, അതിനുശേഷം എത്ര സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 40,000-ഓളം വരുന്ന സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 40,000 വരുന്ന സീറ്റുകളിലേക്കാണ് എന്ത് നടക്കുന്നത്? സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളെയാണ് സെക്കൻഡ് സപ്ലിമെൻ്ററിയിലേക്ക് പരിഗണിക്കുന്നത്. അല്ലാതെ ട്രാൻസ്ഫറിന് ലഭിക്കാത്ത വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ കോഴ്സ് ഒന്നും ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പം നിലവിൽ ഒരു സ്കൂളിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് സെക്കൻഡ് സപ്ലിമെൻ്ററിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം ഒരു അഡ്മിഷൻ നടക്കും. അപ്പോൾ ഈ അഡ്മിഷൻ നടന്നതിന് ശേഷം ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അടുത്ത ദിവസം തന്നെ വരും. അതായത് എത്രമാത്രം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടി, അപ്പോൾ എത്രമാത്രം സീറ്റ് വേക്കൻ്റ് ആണെന്ന് വളരെ കൃത്യമായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എന്നറിയാൻ വേണ്ടി കഴിയും. ഏകദേശം നാളെയോ മറ്റേനാളോ ഒക്കെ ആയിട്ട് അറിയാൻ വേണ്ടി കഴിയും. അതായത് ആപ്ലിക്കേഷൻ ക്ലോസ് ആയതിനു ശേഷം എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടൊരു കണക്ക് കിട്ടും. അതിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് വരും. അപ്പോൾ എല്ലാം കൂടി ഒരു ഓഗസ്റ്റ് 5-നുള്ളിൽ തന്നെ അതൊന്ന് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിനുശേഷം എത്രമാത്രം സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടൊരു കണക്ക് വരികയും അത്
പ്രകാരമാണ് നമുക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ട്രാൻസ്ഫറിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അത് സെക്കൻഡ് സപ്ലിമെൻ്ററിയുടെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ, ദാറ്റ് സർക്കുലറിനകത്ത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഈ സർക്കുലറിനകത്താണ്. അതാണ് സർക്കുലറിൻ്റെ ഒരു പ്രത്യേകത. ഇത് വന്നാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ഒഫീഷ്യലായിട്ട് പറയാൻ വേണ്ടി കഴിയും. ഇപ്പം നിങ്ങൾ പല യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും ഓരോ ആൾക്കാർ പല കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. അതെന്താ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തതിൻ്റെ ട്രെൻഡ് ഉണ്ട്. അപ്പോൾ അത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു. അത് ശരിയാകാം അല്ലെങ്കിൽ ശരിയാകാം. ഇപ്പം നമ്മളോട് തന്നെ വീഡിയോസ് കണ്ടിട്ട് വന്ന് മെസ്സേജ് അയക്കുന്ന വിദ്യാർത്ഥികൾ അവരങ്ങനെ പറയുന്നു, സാർ വേറെ അവരിങ്ങനെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളോട്ട് കൃത്യമായിട്ട് പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ള ന്യൂസാണ്. ഒഫീഷ്യലായിട്ടൊരു കാര്യം വന്നു കഴിയുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും തെറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ മറ്റുള്ള ആൾക്കാർ പറയുന്നത് കണ്ട് നിങ്ങൾ പേടിക്കാതിരിക്കുക. അതിനുള്ള കൃത്യമായിട്ടുള്ള സൊല്യൂഷനും ചില ആൾക്കാർ വ്യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഓവർ പ്രതീക്ഷ നൽകുന്ന രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പെടാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ HS ക്യാപ്പിലേക്ക് വന്ന് നിങ്ങൾക്ക് ഒഫീഷ്യൽ സർക്കുലർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഉണ്ട്, അത് വായിച്ച് നോക്കുക. അതിനകത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. സെക്കൻഡ് ട്രാൻസ്ഫർ നിലവിൽ അതിൻ്റെ സർക്കുലർ വന്നിട്ടില്ല. സെക്കൻഡ് ട്രാൻസ്ഫറിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗമെന്ന് നമുക്ക് 100% പറയാൻ കഴിയുന്നത് ആർക്കാണ്? ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ആണ്. അതായത് ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിൽ, കേരളത്തിൽ ഉടനീളം ഏത് ജില്ലയിലേക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ള ഏത് ജില്ലയിലേക്കും ഏത് സ്കൂളിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, ഇടുക്കിയിലാണ്, എനിക്ക് ആലപ്പുഴയിലേക്ക് വരണം. അപ്പം അവരുടെ പേരൻസ് ഒക്കെ സ്ഥലം മാറ്റം വന്ന് ആലപ്പുഴയിലേക്ക് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡറിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലപ്പുഴയാണ്, അപ്പം നിങ്ങൾക്ക് കൊല്ലത്തിലേക്ക് അപ്ലൈ ചെയ്യണം. കാരണം ബോർഡറിൽ വരുമ്പോൾ വലിയ വ്യത്യാസം വരുന്നില്ലല്ലോ. ട്രാവൽ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും, അടുത്തടുത്ത് ഒരു 10 കിലോമീറ്ററിൻ്റെ വ്യത്യാസമൊക്കെ ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ 5 കിലോമീറ്ററൊക്കെ വ്യത്യാസമൊക്കെ വരും. അപ്പം അങ്ങനെ ബോർഡറിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ മാത്രമേ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് സെക്കൻഡ് ട്രാൻസ്ഫർ വിളിക്കുന്ന സമയത്ത് അവിടെ ജില്ലയിലേക്ക് മാറും, ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മാറുവാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കിപ്പോൾ VHSCയുടെ കണക്ക് നോക്കാം. VHSCയിൽ ആദ്യം അവർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് വിളിച്ചത്. ഈ ട്രാൻസ്ഫറിന് ശേഷമാണ് അവർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സപ്ലിമെൻ്ററി വിളിച്ചത്. ഇപ്പം അതും ക്ലോസ് ആയതിനു ശേഷം അവർ വീണ്ടും ഒരു ട്രാൻസ്ഫർ കൂടി വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ട്രാൻസ്ഫർ വിളിച്ചത്? സീറ്റിൻ്റെ വേക്കൻസിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് എത്രമാത്രം സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ട് അതിലേക്കൊക്കെ അഡ്മിഷൻ നടക്കണ്ടേ. അപ്പോൾ ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് പോകാൻ വേണ്ട ഒരു സാഹചര്യം ഗവൺമെൻറ് സൃഷ്ടിച്ചു കൊടുക്കുകയാണ് അതിലൂടെ നടന്നത്. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഈ സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് അറിയാൻ വേണ്ടി കഴിയും എത്രമാത്രം സീറ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത് എന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ വിളിക്കുന്നത്. അപ്പോൾ അതിലും ഈ സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അതില്ല എന്നല്ല, സാധാരണഗതിയിൽ സ്കൂൾ ട്രാൻസ്ഫർ വിളിക്കുന്നു, ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ വിളിക്കുന്നു, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഈ സീറ്റ് എത്രമാത്രം വേക്കൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒത്തിരി വിദ്യാർത്ഥികളൊന്നും അപ്ലൈ ചെയ്യാൻ സാധ്യത കുറവായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കൂ. ഒത്തിരി വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് എന്താ? സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഈ സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഒരു ജില്ലയ്ക്കകത്ത് തന്നെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറുക, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു സബ്ജക്റ്റിലേക്ക് മാറുക, ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് വേറൊരു സബ്ജക്റ്റിലേക്കൊക്കെ മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അല്ലേ. അപ്പൊ അവർക്ക് വിളിക്കില്ല എന്നല്ല, വിളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് അറിയണമെങ്കിൽ നമുക്ക് സെക്കൻഡ് സപ്ലിമെന്ററിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, അതിനുശേഷം സെക്കൻഡ് ട്രാൻസ്ഫറിന്റെ നോട്ടിഫിക്കേഷൻ വരണം. അപ്പൊ അതിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഓൾറെഡി ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാമോ? ഇതെല്ലാം നമ്മുടെ സർക്കുലർ വരണം. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ടടാ. അതായത് ഓൾറെഡി ട്രാൻസ്ഫർ കിട്ടി, ഇഷ്ടപ്പെടാത്ത ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് വേറൊരു സ്കൂളിലേക്ക് കിട്ടി, പക്ഷേ അത് നിങ്ങളുടെ തേർഡോ ഫോർത്തോ ഓപ്ഷൻ ആയിരിക്കും, നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് വേണ്ടത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കി. ഇതെങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം? നമുക്ക് സർക്കുലർ കൃത്യമായി വന്നതിന് ശേഷം മാത്രമേ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി കഴിയൂ. ആർക്കൊക്കെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? എന്തായാലും നിങ്ങൾക്ക് ഓൺലൈനായിട്ടായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്ത അതേ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ട്രാൻസ്ഫർ പ്രകാരം നിങ്ങൾക്ക് പഴയ സ്കൂളിലെ അറ്റൻഡൻസ് ഒന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലായിരുന്നു. ഈ സെക്കൻഡ് ട്രാൻസ്ഫറിൽ അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഒഫീഷ്യലായിട്ട് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്കത്
കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. പക്ഷേ ഞാനൊരു ഒരു സാധ്യത നിങ്ങളിലേക്ക് തരികയാണ്. ഇനി വരുന്ന ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിലും നിങ്ങൾക്ക് സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടി വിളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയും. അതായത് നിലവിൽ ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് കൂടി സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. ഇതൊക്കെ നമ്മുടെ വേക്കൻസി സീറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സമാധാനത്തോടെ ഇരിക്കുക. ഏകദേശം ഇപ്പം ഓഗസ്റ്റ് 1 നമ്മുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. അതൊരു ഓഗസ്റ്റ് 2 അല്ലെങ്കിൽ 3 മിനിമം ഒരു 2-ാം തീയതിക്ക് തന്നെ വരാൻ ഒരു ചാൻസ് ഉണ്ട്. സാധാരണ അങ്ങനെയാണ്. നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്തതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ 2 അല്ലെങ്കിൽ 3 വന്നു കഴിഞ്ഞാൽ ഒരു 3-ാം തീയതിക്ക് തന്നെ അല്ലെങ്കിൽ 2 തന്നെ വേണമെങ്കിൽ ട്രാൻസ്ഫറിനെ വിളിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇതിന് തീരും. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 1 ശേഷമായിരിക്കും ഇത് വിളിക്കുന്നത്. ഓഗസ്റ്റ് 1 എന്ന് പറയുമ്പോൾ നാളെയാണ്. അപ്പോൾ നാളെ കഴിഞ്ഞ് ഒരു സൺഡേ അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും, മൺഡേ ആയിരിക്കും നമ്മുടെ സപ്ലിമെൻ്ററി റിസൾട്ട് വരിക. അതിനുശേഷം അതിൻ്റെ അഡ്മിഷൻ നടക്കാനുള്ള 2-3 ദിവസം കാണും. അപ്പോൾ അതിനിടയിൽ തന്നെ ട്രാൻസ്ഫറിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അത് പ്രകാരം അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് വരും. ഇത് വരുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നമ്മളിതാ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ അതുവരെ നിങ്ങൾ യൂട്യൂബ് വീഡിയോസിൽ വ്യൂസിന് വേണ്ടി നടത്തുന്ന വീഡിയോകളൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ വീണ് വിഷമിക്കാതിരിക്കുക. കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുണ്ട്, ടെയിൽസ് ഓഫ് സ്റ്റുവേർട്സും ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞ 2 പേജുകളുണ്ട്. ഈ 2 പേജും ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജിൻ്റെ റിപ്ലൈ വരാനുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ, എനിക്ക് കുറേ എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ എക്സാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി നേരം നിങ്ങളിലേക്ക് എൻഗേജ് ചെയ്തിരിക്കാൻ വേണ്ടി കഴിയാത്തത്. നമ്മൾ മാക്സിമം എന്നാലും നൈറ്റിലൊക്കെ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ഇന്നലെ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു. നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങളുടെ കമൻറ്റും അതുപോലെ മെസ്സേജസിന് നോട്ടിഫിക്കേഷനും ഒക്കെ ഉണ്ട്. റെഗുലർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസുകളാണ്. നമ്മൾ എപ്പോഴും അത് കൃത്യമായിട്ട് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകൾക്കുള്ള ഉത്തരം മെസ്സേജ് റിപ്ലൈ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കാണാം. ഈ ബ്രോഡ്കാസ്റ്റ് ചാനലിലെ ലിങ്ക് ടെയിൽസ് ഓഫ് സ്റ്റുവേർട്സ് എന്ന് പറയുന്ന പേജിൻ്റെ ബയോയിൽ ഞാനല്ലാതെ പിന്നെ ആര് എന്നുള്ളൊരു ഒരു മെസ്സേജ് ഒരു പോർഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്രോഡ്കാസ്റ്റ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അതിൽ ഏകദേശം ഇപ്പോൾ 2Kക്ക് അടുത്ത് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിയും. നിങ്ങൾക്ക് ഞാൻ അയക്കുന്ന മെസ്സേജുകൾക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി കഴിയും. അതിൽ ആ മെസ്സേജിന് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ തന്നെ റിപ്ലൈ തരുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലൊന്ന് നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ +1 +2ൻ്റെ എക്സാമിൻസുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യും, അതെല്ലാം നമ്മളിത് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരും. ഇനിയുള്ള വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഡൗട്ട്സും, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ നമ്മളോട് വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങളെ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാതെ നിങ്ങൾക്ക് ഫുൾ തരത്തിൽ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്ന തരത്തിൽ, എല്ലാ തരത്തിലും ഗൈഡ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ നിൽക്കുന്നതായിരിക്കും. സോ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ കാണുന്ന പേരൻസിനോടാണ് +1 +2 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്, അവർക്ക് സമാധാനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ കൂടുതൽ ജഡ്ജ് ചെയ്യാതിരിക്കുക. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നടത്തുക. വളരെ ഹാപ്പി ആയിട്ടൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേരൻസ് കൂടി ശ്രമിക്കുക. 10 വരെയുള്ള ഒരു കാര്യം വെച്ച് നമ്മൾ കുട്ടികളെ ജഡ്ജ് ചെയ്യരുത്. +1ലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവർ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കുക, അതിനുള്ള ഗൈഡൻസ് കൊടുക്കുക. ആ ഒരു ട്രാക്കിൽ വിദ്യാർത്ഥികൾ വന്നതിന് ശേഷം അവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. സോ നമ്മൾ കുട്ടികളെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് പേരൻസ് ചെയ്യേണ്ടത്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകൾക്കും എല്ലാ സഹായത്തിനായിട്ട് ഞാനും എൻ്റെ പേജും ഇവിടെ തന്നെ കാണും. അപ്പോൾ ബൈ.